നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഗതാഗത മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിലേക്ക് എത്തി. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ചെറുതായൊരു ആശങ്ക ഗണേശന് ഇല്ലാതിരുന്നില്ല. എന്തായാലും ചുമതലയേറ്റ ഗണേഷ് കുമാർ ആദ്യം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻ മന്ത്രി ആന്റണി രാജുവിനെ താൻ വിമർശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അത് ഒരു മാധ്യമ പ്രവർത്തകന്റെ മാത്ര സൃഷ്ടിയിലുണ്ടായ വാർത്തയാണ്. തന്നെ 2013 മുതൽ തോൽപ്പിക്കാൻ നടക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അയാളെന്നും ഗണേഷ് കുമാർ പറയുന്നു. എന്നോട് കണക്കില്ലെന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും യൂണിയൻ നേതാക്കളാണെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. അതെന്തായാലും നന്നായി. കാര്യം പറയുമ്പോൾ തനിക്കിട്ട് കുത്തി എന്ന് തോന്നുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അഴിമതിയൊന്നുമില്ല, പിന്നെ വെറുമൊരു കടലാസ മന്ത്രിയും ആയിരുന്നില്ലെങ്കിൽ ഇത്ര വെപ്രാളം എന്തിനായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് മുൻ മന്ത്രി ആന്റണി രാജുവാണ്. എന്തു തന്നെയായാലും നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ അവസാനിപ്പിക്കാനാണ് ഗണേശന്റെ തീരുമാനം. ഗണേശൻ വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞാൽ ഓടിക്കില്ല തന്നെ. അതിപ്പോൾ ഏത് മീശയുള്ളപ്പൻ എതിർത്താലും ഓടില്ല. എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ ഓടും. അത് പിൻവലിക്കുകയും ചെയ്യുന്നില്ല. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ നിർത്തലാകും. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത എസ്റ്റേറ്റുകൾ, ആദിവാസി കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സർവീസുകൾ നിലനിർത്താൻ തന്നെയാണ് ഗണേശന്റെ തീരുമാനം. അവിടേക്കുള്ള ബസ്സുകൾ നിർത്തലാക്കിയാൽ അവിടങ്ങളിലുള്ള സാധാരണക്കാരുടെ കാര്യം വെള്ളത്തിലാകുമെന്ന് ഗണേശന് നന്നായി അറിയാം. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുത്. ഒരു വണ്ടിയുമില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതിനാണ് പ്രധാന പരിഗണന. കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത പരിഷ്കാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറയുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണും. അദ്ദേഹം അനുമതി നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കും. ദീർഘദൂര ബസ് യാത്രയ്ക്കിടെ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തി കൊടുക്കാറുണ്ട്. ആ സ്ഥലങ്ങൾ വൃത്തിയുള്ളതാക്കും. ശുചിമുറികൾ ഇല്ലാതെ സ്ത്രീകൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകണം. ശുചിമുറി ഉൾപ്പെടെ നിർമ്മിച്ചെങ്കിൽ മാത്രമേ അവിടെ ബസ് നിർത്തുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവരും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും സംരംഭകരും വരും. തിരുവനന്തപുരത്ത് പുതിയ ബാറ്ററി ബസ് എത്തിയത് 1 മാസം മുമ്പാണ്. എന്നാൽ ഈ ബസ് ഇതുവരെ കഴുകിയിട്ടില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഗണേശൻ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അത് കണ്ടു. കാർ വാഷ് സംവിധാനം ഉപയോഗിച്ചുള്ള ബസ് കഴുകൽ പ്രായോഗികമല്ല. വെള്ളമില്ലാത്തിടത്ത് കൊണ്ടുപോയി വാട്ടർ വാഷ് വെച്ചിട്ട് കാര്യമില്ല. ബസ് കഴുകാൻ മാനുവൽ സംവിധാനം കൊണ്ടുവരും. ഇതിനടക്കം പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. ചെയിൻ സർവീസ് ബസ്സുകൾ 15 മിനിറ്റ് ഇടവിട്ട് എന്നത് മാറ്റി അരമണിക്കൂർ എന്നതാക്കുമെന്നും മന്ത്രി സൂചന നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതല ഏറ്റെങ്കിലും KB ഗണേഷ് കുമാർ ഓഫീസിൽ എത്തിയിരുന്നില്ല. ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചെങ്കിലും മുഖ്യമന്ത്രിയും CPM-ഉം ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഗണേഷ് കുമാർ ഓഫീസിലെത്തി ചുമതലയേറ്റത്. ഇതിനുശേഷമാണ് തന്റെ മനസ്സിലുള്ള പദ്ധതികൾ വിശദീകരിച്ചത്. KSRTCയെ ലാഭത്തിലാക്കുമെന്നും ഗണേഷ് കുമാർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. KSRTCയെ ലാഭത്തിലാക്കാൻ നടക്കുന്ന കാര്യമല്ലെന്നും എന്നാൽ നഷ്ടം കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നത്. താഴെത്തട്ടിൽ വരെ താൻ എങ്ങനെയാണ് ചെലവ് ചുരുക്കുകയെന്നത് 2 ആഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ചെലവുകളുമാണ് KSRTCയെ നശിപ്പിച്ചത്. സ്പെയർ പാർട്സുകൾ ലോക്കർ പർച്ചേസ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവിടെ അഴിമതിക്കും സാധ്യതയുണ്ട്. അതിന് കമ്മീഷൻ വാങ്ങുന്ന ആശാന്മാരുണ്ട്. KSRTC ജീവനക്കാരുമായും പെൻഷനേഴ്സുമായും സ്വകാര്യ ബസ് ഉടമകളുമായും ഒക്കെ സംസാരിക്കും. അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും ഓഫാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ വേണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. നേരത്തെ ഗതാഗത വകുപ്പ് ചുമതലയുണ്ടായിരുന്നപ്പോൾ KSRTCയിൽ ഗണേഷ് കുമാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വലിയ സ്വീകാര്യത നേടിയിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ടെന്നാണ് സൂചന. KSRTCയെ വൻ ലാഭത്തിലാക്കാമെന്ന വലിയ വായിലെ വാഗ്ദാനങ്ങളൊന്നും ഗണേഷ് കുമാർ നൽകുന്നില്ല. എങ്കിലും നഷ്ടം കുറയ്ക്കാനുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അതിൽ വ്യത്യസ്തമായതാണ് കുട്ടി ബസ്.
2001 പദ്ധതി വീണ്ടും വരികയാണ്. KSRTCയിലെ മിക്ക ബസ്സുകളും ഏതാനും പേരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നന്നേ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ കുട്ടി ബസ് ആശയമുണ്ടായത്. ഗ്രാമീണ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ബസ്സുകൾ. കുട്ടി ബസ് വീണ്ടും വരുമെന്നാണ് സൂചന. KSRTC ബസിന്റെ മൈലേജ് 3 കിലോമീറ്ററാണ്. പല റൂട്ടുകളിലും യാത്രക്കാർ കുറവുമാണ്. ഗ്രാമീണ മേഖലയിൽ നല്ല പുതിയ റോഡുകൾ നിരവധിയാണ്. ഇത്തരം സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ ചെറിയ ബസ്സുകളാണ് നല്ലത്. ദീർഘദൂര ബസ്സിലെ ജീവനക്കാർക്ക് ചെല്ലുന്നിടത്ത് വിശ്രമിക്കാൻ AC സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഗൂഗിൾ പേ സംവിധാനം ഏർപ്പെടുത്താനും പദ്ധതിയുണ്ടെന്ന് മന്ത്രി പറയുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടില്ല. പകരം വിദ്യാർത്ഥികൾ മാത്രമേ കൺസെഷൻ ആനുകൂല്യം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കും. വിദ്യാലയങ്ങളില്ലാത്ത അവധി ദിവസങ്ങളിൽ കൺസെഷൻ നൽകില്ലെന്നും മന്ത്രി നിലപാടെടുത്തിട്ടുണ്ട്. നന്ദി.